എതിർപ്പുകൾ വരുമ്പോൾ ഒളിച്ചോടുന്ന സ്വഭാവം ഒരിക്കലും ലീഡർക്കില്ല. കരുണാകരനെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് പലപ്പോഴും കെ കരുണാകരനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. എതിർപ്പുകൾ ഉണ്ടാവും. എതിർപ്പുകൾ ഒരു ഹരമായി എടുക്കുന്ന നേതാവാണ്. എതിർപ്പുകൾ വരുമ്പോൾ ഒളിച്ചോടുന്ന സ്വഭാവം ഒരിക്കലും ലീഡർക്കില്ല. ലീഡറിൻ്റെ പല പ്രവർത്തനങ്ങളും ഒരു കാലത്ത് വെല്ലുവിളിച്ചവരുണ്ട്. പക്ഷേ ആ വെല്ലുവിളിയൊന്നും നോക്കാതെ തൻ്റെ തീരുമാനം ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അത് ശക്തമായിട്ട് നടപ്പിലാക്കാനുള്ള നടപടി, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അതുപോലെ ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ അപ്പം നമുക്ക് നടക്കില്ല എന്ന് പലരും കണ്ടിരുന്ന പോലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്ന അന്നത്തെ കാലത്ത് അന്ന് സമരമൊക്കെ ആയിരുന്നു അതിനെതിരായിട്ട്. പക്ഷെ പുള്ളിക്കൊരു ഇച്ഛാശക്തി ഉണ്ട്. നല്ല സരസൻ കൂടിയായിരുന്നല്ലോ. അതായത് ഇപ്പോൾ മീഡിയയുടെ മുമ്പിൽ എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് മീഡിയയുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാനായിട്ട് അത്രയും ഫണ്ണി ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ. അത് ടിറ്റ് ഫോർ ടാറ്റ്. ഒരു ചോദ്യം ചോദിച്ചാൽ പത്രക്കാരോട് ചോദിച്ചാൽ അപ്പം പെട്ടെന്ന് മറുപടിയാണ്. ആലോചിച്ച് കുറച്ച് മറുപടിയൊന്നുമല്ല. പക്ഷെ ആ മറുപടിയൊക്കെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ നർമ്മം വളരെ ഇഷ്ടമാണ്. തമാശ പറയും, ആളുകളെ കളിയാക്കും, അതുപോലെ സ്വയം കളിയാക്കപ്പെടാൻ വിധേയനാവും. പിന്നെ സ്ഥലപ്പേരുകളൊക്കെ പുള്ളി ഇപ്പം എന്നോട് പറയാറ്. എനിക്ക് കരുനാഗപ്പള്ളി ഇപ്പം എന്നോട് ആ യാത്ര ചെയ്ത് ഞങ്ങൾ അവിടെ വേണു ബ്ലാക്ക് സ്നേക്ക് ചർച്ച് കണ്ടോ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കരുനാഗപ്പള്ളി. ഞാനിപ്പോൾ നോക്കുമ്പോൾ ബ്ലാക്ക് സ്നേക്ക് ചർച്ച് അപ്പോൾ കരുനാഗപ്പള്ളി.